ശ്രദ്ധിക്കണേ, ഈ ലൂസിഫർ എന്ന് പറഞ്ഞ ദൂതന്റെ ഹൃദയത്തിനകത്ത് ഒരു നിഹളമുണ്ടായി. ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും പ്രതാപശാലിയായ രാജാവായിരുന്നു നെബൂഖദ്നേസർ രാജാവ്. ഈ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ പട്ടു സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഈ സിംഹാസനമൊക്കെ കണ്ടോ, ഞാൻ എൻ്റെ പ്രതാപത്താൽ പണിത മഹദിയാം ബാബിലോണല്ലേ. എന്നാൽ സിംഹാസനത്തിൽ നെഹളിച്ച രാജാവിനെ സ്വർഗത്തിലെ ദൈവം വലിച്ചിറക്കി കാട്ടിൽ വിട്ട് 7 വർഷക്കാലം പുല്ല് തീറ്റിച്ചു. ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ. സിംഹാസനത്തിന് നെഹളിച്ചവനെ ദൈവം കാട്ടിലേക്ക് തരം താഴ്ത്തിയപ്പോൾ അതേ കാട്ടിലിരുന്ന ദാവീദിനെ കാട്ടിൽ നിന്ന് പട്ടു സിംഹാസനത്തോളം സ്വർഗത്തിലെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നു. ദൈവത്തിന് നിന്നെ ഉയർത്തണമെങ്കിൽ നീ പാർക്കുന്ന സ്ഥലമോ നിന്റെ സാഹചര്യമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന്റെ സമയമാകുമ്പോൾ നീ പുറത്തു വരും. ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളെ ദൈവം പുറത്തെടുക്കാൻ പോവാം. പട്ടു സിംഹാസനത്തിൽ ഇരുന്നവനെ കാട്ടിലേക്ക് തരുന്നു. കാട്ടിലിരുന്നവനെ സിംഹാസനത്തിൽ കയറ്റിയ ദൈവം ഇന്ന് പകൽക്കാലം ചിലരെ ഉയർത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരിക. ആ നിയോഗം നിന്റെ മേൽ വീഴുക.